കല്യാണച്ചക്കനായി വിവാഹ പന്തലിൽ നിൽക്കുമ്പോൾ പെണ്ണൊളിച്ചോടി എന്ന വാർത്ത ഒരു ഇടിത്തി പോലെയാണ് സബ് ഇൻസ്പെക്ടർ കൂടിയായ അഖിൽ പരമേശ്വരന്റെ ചെവിയിലേക്ക് എത്തിയത്. താൻ വിവാഹം ചെയ്യാൻ പോകുന്ന അഭിരാമിയുടെ അച്ഛൻ ദാമോദരൻ നായരെ അഖിൽ അപ്പോൾ ഒന്ന് നോക്കി. വിവാഹ പന്തലിലെ അലങ്കാരങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന നേരിയ പൂക്കളുടെ മണം പോലും ദാമോദരൻ നായർക്കപ്പോൾ ശ്വാസം മുട്ടിക്കുന്നതായി തോന്നി. നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ അദ്ദേഹം വേദിക്കരികിലായി തലകുനിച്ചു നിന്നു. ഇട്ടിരിക്കുന്ന ഷർട്ട് വിയർപ്പുകൊണ്ട് നനഞ്ഞു കുതിർന്നിരുന്നു. പന്തലിൽ ആകമാനം ഒരു അസ്വാഭാവികമായ നിശബ്ദത പടർന്നിട്ടുണ്ട്. പാട്ടും മേളവും കൊട്ടും കുരവയും നിലച്ചു. ആളുകളുടെ കുശുകുശുപ്പുകൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന ഓരോ വാക്കും ദാമോദരൻ നായരുടെ നെഞ്ചിലേക്ക് തറയ്ക്കുന്ന ശൂലങ്ങൾ പോലെയായിരുന്നു. കല്യാണ പെണ്ണായി മണ്ഡപത്തിലേക്ക് ഇറങ്ങേണ്ട തന്റെ മകൾ ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ വിവരം ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ കാലിനടിയിലെ മണ്ണൊലിച്ചുപോയ പ്രതീതിയായിരുന്നു അയാൾക്ക്. ഇതുവരെ വളർത്തി വലുതാക്കിയ മകൾ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, അഭിമാനമായി കരുതിയ തന്റെ മകൾ ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് ദാമോദരൻ നായർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അദ്ദേഹം പതുക്കെ തല ഉയർത്തി. മുന്നിൽ അഖിലിന്റെ അമ്മാവനും ബന്ധുക്കാരുമെല്ലാം അക്ഷമരായി നിൽപ്പുണ്ട്. അഖിലിന്റെ മുഖത്ത് ദേശത്തേക്കാൾ ഉപരിയായി ഒരമ്പരപ്പാണ് ദാമോദരൻ നായർ കണ്ടത്. ദാമോദരൻ നായർ പതുക്കെ അഖിലിന്റെ അടുത്തേക്ക് നടന്നു. അയാളുടെ കാൽപാദങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അഖിലിന്റെ മുന്നിൽ ചെന്ന് അദ്ദേഹം കൈകൾ കൂപ്പി. അയാളുടെ കണ്ണിൽ നിന്നും അപ്പോൾ വെള്ളം ഒലിച്ച് കവിളിലൂടെ താഴെ കൊഴുകി. എന്നെ കൊണ്ടൊന്നും പറയാൻ വയ്യ അഖിൽ. ദാമോദരൻ നായരുടെ ശബ്ദമിടറി. എന്റെ മോള് ചെയ്ത ഈ തെറ്റിന് ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും മതിയാകില്ല. അവളെ ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചു. ജനിച്ച നാളു മുതൽ അവൾക്ക് വേണ്ടി ഞാൻ സ്വപ്നം കണ്ടതിന് കണക്കില്ല. ആദ്യത്തെ കുട്ടിയല്ലേ, ഒരുപാട് ലാളിച്ചു. താഴത്തും തലയിലും വെക്കാതെ വളർത്തിയ എന്റെ തലയാണ് ഇന്ന് അവൾ ഈ നാട്ടുകാരുടെ മുന്നിൽ താഴ്ത്തിയത്. അഖിൽ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ദാമോദരൻ നായരുടെ കൈകൾ തടയാൻ അവന് തോന്നിയില്ല. സബ് ഇൻസ്പെക്ടറായ അവൻ അല്പം കടുപ്പക്കാരനൊക്കെയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് സർവീസിൽ മാത്രം. അവൻ ഒരുപാട് കുറ്റവാളികളെ കണ്ടിട്ടുണ്ട്. നിയമത്തിനു മുന്നിൽ നിന്ന് കരയുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരച്ഛന്റെ ആ തകർച്ചയ്ക്ക് മുന്നിൽ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവന് മനസ്സിലാകുന്നില്ലായിരുന്നു. ബന്ധുക്കളെ എല്ലാം കൂട്ടി താലി കെട്ടാൻ വന്നവനാണ് അവൻ. പെണ്ണൊളിച്ചോടി പോയതിന്റെ നാണക്കേട് അവന്റെ ഉള്ളിൽ കിടന്ന് മറയുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ വലിയ സങ്കടവും ദേഷ്യവും ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുമുണ്ടായിരുന്നു. എങ്കിലും ദാമോദരൻ നായരുടെ ആ അവസ്ഥ കണ്ട് അവന്റെ മനസ്സലിഞ്ഞു പോയിരുന്നു. എന്തിനാ മോളെ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ദാമോദരൻ നായർ തേങ്ങിക്കൊണ്ട് സ്വയം പറഞ്ഞു. ശേഷം അഖിലിനെ ഒന്നുകൂടെ നോക്കി. ഇനി എനിക്ക് തല ഉയർത്തി ഈ നാട്ടിൽ നടക്കാൻ പറ്റില്ല അഖിൽ. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ വിവാഹത്തിന് ചെലവായ പണവും മറ്റെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് തിരികെ തരാം. നിങ്ങളുടെ മാനം പോയതിന് ഞാൻ എല്ലാവരുടെ മുന്നിലും വെച്ച് മാപ്പ് ചോദിക്കുന്നു. അതെ, എന്നെ കൊണ്ട് ഇനി പറ്റൂ മോനെ. ഞാൻ അറിഞ്ഞില്ല, അവളൊന്നും പറഞ്ഞതുമില്ല. ചതിച്ചതാ ഞങ്ങളെ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണ ദിവസം വരെ എത്തില്ലായിരുന്നു. ദാമോദരൻ നായർ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പന്തലിലെ ജനങ്ങൾ ദാമോദരൻ നായരെ സഹതാപത്തോടെയും ചിലർ പരിഹാസത്തോടെയും നോക്കി. അയാൾ ആ പന്തലിന്റെ നടുവിൽ തകർന്നു വീഴുമെന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു അത്. മകൾ ഒളിച്ചോടിയ വേദനയേക്കാൾ സമൂഹത്തിന്റെ മുന്നിൽ നേരിടേണ്ടി വന്ന അപമാനമായിരുന്നു അദ്ദേഹത്തെ അപ്പോൾ വല്ലാതെ പൊള്ളിച്ചത്. എല്ലാം കണ്ടുനിന്ന അഖിൽ അപ്പോൾ പതിയെ ദാമോദരൻ നായരുടെ തോളിൽ തൊട്ടു. അച്ഛാ. അവന്റെ വിളി കേട്ടതും ദാമോദരൻ നായർ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ആ വിളിയിൽ വല്ലാത്തൊരു ഇടർച്ചയുണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ വിഷമിക്കാതെ. ഇത് അച്ഛന്റെ തെറ്റല്ലല്ലോ. നടന്നത് നടന്നു. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. നടക്കാൻ യോഗമില്ലെന്ന് നമുക്ക് കരുതാം. അഖിലിന്റെ വാക്കുകളിൽ ദേഷ്യമുണ്ടായിരുന്നില്ല, മറിച്ചൊരു തരം മരവിപ്പായിരുന്നു. അഖിൽ അത് പറഞ്ഞപ്പോൾ അയാൾക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കല്യാണം മുടങ്ങി പന്തലിൽ നിന്ന് പോകുമ്പോഴും അവൻ അയാളെ വിളിച്ചത് അച്ഛാ എന്നാണ്. അവനെപ്പോലൊരു ചെറുപ്പക്കാരനെ മോള് നഷ്ടപ്പെടുത്തിയതോർക്കുമ്പോൾ ദാമോദരൻ നായരുടെ നെഞ്ചു പൊട്ടുകയായിരുന്നു. ഞങ്ങൾ ഇറങ്ങുകയാണച്ഛാ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും വിഷമിക്കാതെ ഇരിക്കൂ. എന്റെ ബന്ധുക്കാരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞുകൊണ്ടല്ലോ. അഖിൽ സ്നേഹത്തോടെ പറഞ്ഞു. അത് പറഞ്ഞ് അമ്മാവന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് കരച്ചിലടക്കി തലകുനിച്ച് നിൽക്കുന്ന അഭിരാമിയുടെ അനിയത്തി അവന്തികയുടെ മുഖത്തേക്ക് അഖിലിന്റെ ശ്രദ്ധ പെട്ടെന്ന് പതിഞ്ഞത്. പെണ്ണ് കാണാൻ വന്നപ്പോഴും നിശ്ചയത്തിനുമൊക്കെ പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും അന്നൊന്നും അഖിൽ അവളിലേക്കധികം ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്ന് അവളെ കണ്ടതും അവനൊന്ന് അവളെ തന്നെ നോക്കിപ്പോയി. ചേച്ചി ഒളിച്ചോടിപ്പോയ നിസ്സഹായാവസ്ഥ അവളുടെ മുഖത്തുമുണ്ടായിരുന്നു.
കരിഞ്ഞ പച്ച സെറ്റ് സാരിയിൽ സുന്ദരിയായിക്കൊണ്ട് മുല്ലപ്പൂ ചൂടി ചേച്ചിയുടെ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന പെൺകുട്ടി. പക്ഷെ അവളുടെ മുഖത്തെ നിസ്സഹായാവസ്ഥയാണ് അഖിലിന്റെ കണ്ണിൽ പതിഞ്ഞത്. ആ നിസ്സഹായാവസ്ഥ അവനെ എന്തോ ഒന്ന് ഓർമ്മിപ്പിച്ചു. അതേസമയം അഖിലിന്റെ അമ്മാവൻ ദാമോദരൻ നായരുടെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ സംസാരിച്ചു തുടങ്ങി. എന്നാലും ഇത് വളരെ മോശമായി പോയി ദാമോദരൻ നായരെ. ഞങ്ങൾ ബന്ധുക്കളെയൊക്കെ കൂട്ടി താലി കെട്ടാൻ വന്നിട്ട് നിങ്ങൾ ഇത്തരം കൂട്ടരാണെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇതൊക്കെ നിങ്ങളുടെ വലിയ തെറ്റാണ് കേട്ടോ. നാണക്കേട്. ഞങ്ങൾ ഇങ്ങനെ ഒരു കുടുംബവുമായി ബന്ധം വെക്കാൻ പാടില്ലായിരുന്നു. വെറുതെ ഞങ്ങളെ കൂടെ നാണം കെടുത്താൻ വേണ്ടി ഓരോന്ന്. അവർ ദാമോദരൻ നായരെ രൂക്ഷമായി നോക്കി. വാടാകിലെ, നമുക്ക് പോകാം. ഇവിടെ നിന്ന് കൂടുതൽ നാണം കെടാൻ നിൽക്കണ്ട. അമ്മാവൻ അപ്പോൾ അവനെ നിർബന്ധിച്ചു. എല്ലാവരും പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അഖിൽ മാത്രം അവിടെ തന്നെ നിന്നു. ഞാൻ ഇപ്പൊ വരാം. അവൻ എന്തോ ഒന്ന് ഓർത്തുകൊണ്ട് പതുക്കെ ദാമോദരൻ നായരുടെ അടുത്തേക്ക് തന്നെ ചെന്നു. പന്തലിലെ ആ ബഹളങ്ങൾക്കിടയിലും അഖിലിന്റെ കണ്ണുകൾ അവന്തികയിലായിരുന്നു. അവൻ അപ്പോൾ ദാമോദരൻ നായരുടെ അരികിൽ ചെന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, അച്ഛാ, അഭിരാമി പോയതിൽ എനിക്കും വലിയ നാണക്കേടുണ്ട്. അത് സത്യമാണ്. പക്ഷേ അവന്തികയെ എനിക്ക് തരാമോ? പന്തലിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. ദാമോദരൻ നായർ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. തകർന്നുപോയ ഒരു അച്ഛന്റെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരു തുരുത്തു പോലെയായിരുന്നു ആ ചോദ്യം. അഖിലിന്റെ അമ്മാവൻ അപ്പോൾ ദേഷ്യവും അപമാനവും കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അഖിലിന്റെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ അയാൾക്ക് കടുത്ത എതിർപ്പ് തോന്നി. നിനക്കെന്താടാ വട്ടാണോ അഖിലേ? അമ്മാവൻ ദേഷ്യത്തോടെ ചോദിച്ചു. മൂത്തവൾ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി നാണം കെടുത്തിയ കുടുംബമാണിത്. ഇവരുമായി ഇനിയൊരു ബന്ധം നമുക്ക് വേണ്ട. നീ ഇറങ്ങി വാ ഇവിടുന്ന്. അഖിൽ എന്നാൽ അനങ്ങിയില്ല. അവന്റെ കണ്ണുകൾ ദാമോദരൻ നായരുടെ അരികിൽ തലകുനിച്ചു നിൽക്കുന്ന അവന്തികയിൽ തന്നെ ആയിരുന്നു. ചേച്ചി ഇറങ്ങിപ്പോയതിന്റെ ഷോക്കും അച്ഛൻ നാട്ടുകാരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടുള്ള വിഷമവും കാരണം അവൾ ആകെ തകർന്നു പോയിരുന്നു. ഒരാൾ അങ്ങനെ ഇറങ്ങിപ്പോയത് കാരണം ഒരു തെറ്റും ചെയ്യാത്തൊരു കുടുംബം അപമാനത്തിന്റെ ഭാരം ചുമന്ന് നിൽക്കുന്നത് അഖിലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മാവ, ദയവായി ഒന്ന് സൈലന്റ് ആകാമോ? ഞാൻ പറയുന്നത് എന്നിട്ട് അമ്മാവൻ ഒന്ന് കേൾക്കൂ. അഖിൽ പതുക്കെ പറഞ്ഞു. ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാവരും അങ്ങനെയല്ലല്ലോ. ഈ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പന്തലിൽ വെച്ച് തന്നെ ഇവളെ താലി കെട്ടിക്കോളാം. അവളുടെ അച്ഛൻ അതിൽ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ നിമിഷം ഈ കുടുംബത്തിനൊരു പിൻബലം അത്യാവശ്യമാണ്. ആർക്കും എതിർപ്പില്ലെങ്കിൽ അവന്തികയെ മതി. എനിക്കിഷ്ടമാണ്. ദാമോദരൻ നായർ അപ്പോൾ വീണ്ടും തരുത്തുപോയി. എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടിയില്ല. വലിയൊരു സമുദ്രത്തിൽ മുങ്ങിത്താഴുന്നവന് അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു ചങ്ങാടം പോലെയായിരുന്നു അഖിലിന്റെ വാക്കുകൾ. അദ്ദേഹം ഒന്നും പറയാതെ വേഗം തന്റെ ഭാര്യ സുമതിയുടെയും മകൾ അവന്തികയുടെയും അടുത്തേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എടാ അഖിലേ, നീ എന്താടാ ഈ കാണിക്കുന്നത്? നമുക്ക് നാണക്കേടല്ലേ? അമ്മാവൻ അപ്പോൾ വീണ്ടും അവനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അമ്മാവ, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഈ കുടുംബവുമായി ഒരു ബന്ധം നമ്മൾ തുടങ്ങിയതല്ലേ. എന്തോ ഒരു ആത്മബന്ധം എനിക്കിവിടെയുണ്ട്. ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോയാൽ ഈ മനുഷ്യൻ നെഞ്ചുപൊട്ടി മരിക്കും. പോയവര് പോയി, പക്ഷെ ബാക്കിയുള്ളവരെ ഇങ്ങനെ അനാഥമാക്കരുത്. അഖിൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നീ എന്തിനാടാ ഇതൊക്കെ പറയുന്നത്? ആരെങ്കിലും മരിച്ചാൽ നമുക്കെന്താ? നമുക്ക് നോക്കേണ്ടത് നമ്മുടെ അഭിമാനമാണ്. അമ്മാവൻ അലറി. പക്ഷെ അഖിലിന്റെ ഉള്ളിൽ അപ്പോൾ വേറൊരു വേദനയുണ്ടായിരുന്നു. ഇവരുടെ ഇപ്പോഴത്തെ വിഷമം എനിക്ക് നന്നായി അറിയാം അമ്മാവ. നമുക്കെന്ത് യോഗ്യതയാണ് ഇവരെ പറയാനുള്ളത്? വർഷങ്ങൾക്ക് മുൻപ് എന്റെ ചേച്ചിയും ഇങ്ങനെ ഒളിച്ചോടിയപ്പോൾ എന്റെ അച്ഛനും അമ്മയും നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്താൻ കഴിയാതെ നെഞ്ചുപൊട്ടി നിന്ന ഓർമ്മ എനിക്കുണ്ട്. ആ ഷോക്കിലാണ് അവർ ആത്മഹത്യ ചെയ്തതും ഞാൻ ഇങ്ങനെ അനാഥനായതും. ആ വേദന അനുഭവിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് ഈ അച്ഛന്റെ കണ്ണുനീർ കാണുമ്പോൾ എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അഖിലിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അമ്മാവൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ദാമോദരൻ നായരുടെ ഉള്ളിൽ അപ്പോൾ വലിയൊരു ഭാരം ഇറക്കി വെച്ച പ്രതീതിയായിരുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ ഭാര്യ സുമതിയുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. സുമതി അപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് വേണോ ദാമോദരേട്ടാ? മോൾക്കാകെ 19 വയസ്സ് പ്രായമല്ലേ ആയിട്ടുള്ളൂ. ഡിഗ്രിക്ക് പഠിക്കുകയല്ലേ. ഇപ്പൊ കെട്ടിച്ചു വിട്ടാൽ അവൾക്ക് അതിനു മാത്രമുള്ള ബോധമൊന്നും കാണില്ല. ചെറിയ കൊച്ചല്ലേ. ഇത് ശരിയാകുമോ? സുമതിക്കാകെ ടെൻഷനായിരുന്നു. എന്തായാലും നമ്മൾ ഇവളെ കെട്ടിക്കണം സുമതി. അഖില് നല്ലൊരു പയ്യനാണ്. ഈ പന്തലിൽ വെച്ച് അവനെ ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ പിന്നെ നമുക്ക് ഇതുപോലൊരു പയ്യനെ കിട്ടില്ല. മാത്രമല്ല ഈ കല്യാണം നടത്തിയെടുക്കാൻ ഞാൻ എത്ര പാടുപെട്ടതാണ്. കയ്യിൽ ഇനി 10 പൈസയില്ല. ഒന്നുള്ളത് ഇറങ്ങിപ്പോയി. ഇനി ബാക്കിയുള്ള ഒന്നെങ്കിലും സുരക്ഷിതമായി ജീവിക്കട്ടെ. ദാമോദരൻ നായർ ഭാര്യയോട് പറഞ്ഞു. ശേഷം അദ്ദേഹം അവന്തികയുടെ മുഖത്തേക്ക് നോക്കി.
അവൾ അച്ഛന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നിന്നു. ചെറുപ്പം മുതലേ അച്ഛൻ തങ്ങൾക്ക് വേണ്ടി വെയിലത്തും മഴയത്തും കൂലിപ്പണിയെടുത്തത് അവൾ ഓർത്തു. അച്ഛന്റെ ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി നിൽക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. മോളെ, അച്ഛന്റെ മോൾ എന്തു പറയുന്നു? അച്ഛന്റെ നാണക്കേട് മാത്രം ഓർത്തുകൊണ്ടല്ല. അഖില് നല്ല പയ്യനാണ്. നിന്റെ ചേച്ചിക്ക് അവനെ വിധിച്ചിട്ടില്ല. ഈ കല്യാണപ്പന്തലി മുറ്റത്തുയരാൻ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ കുട്ടിക്ക് താല്പര്യമാണെങ്കിൽ അച്ഛൻ ഇത് നടത്തിക്കോട്ടെ. ദാമോദരൻ നായർ അത് ചോദിക്കുമ്പോൾ അവന്തികക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. മാറി നിന്നുകൊണ്ട് അത് കണ്ട അഖിൽ അപ്പോൾ അവൾക്കരികിലേക്ക് വന്നു. അവന്തിക ടെൻഷൻ ആവണ്ട, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞെന്നേയുള്ളൂ. അഭിരാമി ആയിരുന്നു മനസ്സിൽ നിറയെ. അവള് പോയപ്പോൾ ഇനി മറ്റൊരാള് വേണമെന്ന സ്ഥാനത്തേക്കല്ല, ആരായാലും താലി കെട്ടിയാലല്ലേ ഭാര്യ എന്ന സ്ഥാനത്തിന് അർഹയാകുന്നുള്ളൂ. ഞാൻ ആരുടെ കഴുത്തിലും താലി കെട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ പോയവർക്കൊന്നും സ്ഥാനവുമില്ല. അവന്തികയ്ക്ക് സമ്മതമാണെങ്കിൽ അവന്തിക മാത്രമേ എന്റെ മനസ്സിൽ പതിയൂ. ആരെയെങ്കിലും കല്യാണം കഴിക്കാൻ തിരക്കായിട്ടൊന്നുമല്ല കേട്ടോ. എന്തോ അവന്തികയുടെ അച്ഛനോടും ഈ കുടുംബത്തോടുമൊക്കെ ഒരിഷ്ടം. അച്ഛനില്ല എനിക്ക്, അമ്മയുമില്ല. പെണ്ണ് കാണാൻ വന്നപ്പോൾ മുതൽ ഇവിടുത്തെ അച്ഛൻ എന്നോട് കാണിച്ചൊരു മര്യാദയുണ്ട്. ഞാൻ എന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അതൊക്കെ വിട്ടു പെട്ടെന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അവന്തികയുടെ താല്പര്യം എന്താണെങ്കിലും പറഞ്ഞോളൂ. അഖിൽ അടുത്ത് വന്നത് ചോദിച്ചപ്പോൾ അവന്തിക ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അച്ഛന്റെ തകർച്ചയും അഖിലിന്റെ പെരുമാറ്റവും ഒക്കെ കൂടെ ആലോചിച്ചപ്പോൾ അവൾക്കെതിര് പറയാൻ കഴിഞ്ഞില്ല. അവൾ തലകുലുക്കി സമ്മതം മൂളി. അവന്തികയുടെ നിശബ്ദമായ സമ്മതം ദാമോദരൻ നായരുടെ ഹൃദയത്തിലെ വലിയൊരു ഭാരമാണ് ഇറക്കി വെച്ചത്. തകർന്നു പോകുന്ന ഒരച്ഛന്റെ മനസ്സ് മനസ്സിലാക്കി വിധി നേരത്തെ തന്നെ ഒരു അത്ഭുതം പോലെ കരുതി വെച്ച ചെറുപ്പക്കാരനാണ് അഖിൽ. മൂത്ത മകൾ ഇറങ്ങിപ്പോയ ശൂന്യതയിൽ പതറാതെ നിന്ന് ഇളയ മകളെ ജീവിതസഖിയാക്കാൻ തയ്യാറായ അവനോട് ദാമോദരൻ നായർക്ക് വാക്കുകൾക്കതീതമായ സ്നേഹവും ബഹുമാനവുമാണ് തോന്നിയത്. അഖിൽ മോനെ, അവള് സമ്മതിച്ചു. ദാമോദരൻ നായരുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അഖിൽ അപ്പോൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ദാമോദരൻ നായർ കണ്ടത് തന്റെ മോൾക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു ചെറുപ്പക്കാരന്റെ സാന്നിധ്യമായിരുന്നു. ഒപ്പം മുന്നോട്ടുള്ള അവളുടെ അത്താണിയുടെ ബലവും. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് ആശങ്കയിലായി. അഖിലിന്റെ വീട്ടുകാരുടെ എതിർപ്പിനെ കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹം അവനോട് ചോദിച്ചു, അഖിൽ, നിന്റെ അമ്മാവിന് വലിയ ഇഷ്ടമില്ലെന്ന് തോന്നുന്നല്ലോ മോനെ. അഖിൽ അപ്പോൾ തലയാട്ടി. അവന്റെ മുഖത്ത് അവന്റെ പ്രായത്തിന് ചേരാത്ത തികഞ്ഞ പക്വതയുണ്ടായിരുന്നു അപ്പോൾ. സാരമില്ലച്ചാ, എല്ലാവരെയും പൂർണ്ണമായി ബോധ്യപ്പെടുത്തി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ കാര്യം കൊണ്ട് ആർക്കും ഒരു ദോഷവും വരാനില്ല. ഇതെന്റെ ജീവിതമല്ലേ, ഞാനല്ലേ ജീവിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ സഹിച്ചോളാം. അച്ഛൻ അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ദാമോദരൻ നായരുടെ തോളിൽ ആശ്വസിപ്പിക്കുന്ന മട്ടിൽ പതുക്കെ തട്ടി. ആ സ്പർശനം ദാമോദരൻ നായർക്ക് വലിയൊരു കരുത്തായി മാറി. അദ്ദേഹം വേഗം തിരിഞ്ഞ് സുമതിയെ വിളിച്ചു. സുമതി, മോളെ വേഗം അകത്തേക്ക് കൊണ്ടുപോയി ഒരുക്കിക്കോ, സമയം കളയണ്ട. പന്തലിൽ കൂടിയ ആളുകളൊക്കെ അപ്പോൾ പലതും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അഖിലിന്റെ ആ ഒരു സമീപനം മാത്രമായിരുന്നു അവരുടെ ഏക സമാധാനം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒന്നും ദാമോദരൻ നായർ ശ്രദ്ധിക്കാൻ നിന്നില്ല. ദാമോദരൻ നായരും ഭാര്യ സുമതിയും വീട്ടിലെ മറ്റു സ്ത്രീകളും ചേർന്ന് അവന്തികയെ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പന്തലിന്റെ പടിവാതിൽക്കൽ വെച്ച് അവന്തിക തിരിഞ്ഞൊന്ന് അഖിലിനെ നോക്കി. ആ നോട്ടം, അന്ന് അഖിലിനെ ആദ്യമായാണ് അവൾ ശരിക്കും ശ്രദ്ധിക്കുന്നത്. അതുവരെ ചേച്ചിയുടെ വരനായി മാത്രം കണ്ട, തന്നിൽ നിന്ന് ഒരുപാട് ദൂരെയെന്ന് കരുതിയ ചെറുപ്പക്കാരൻ നിമിഷ നേരം കൊണ്ട് തന്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്നു എന്ന സത്യം അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഭയവും അത്ഭുതവും ഒപ്പം ഒരു ചെറിയ പ്രതീക്ഷയും നിഴലിച്ചു നിന്നു. മുറിയിൽ അവന്തികയെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു സുമതി. കണ്ണുനീർ തുടച്ചു മാറ്റി മകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സുമതിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. മൂത്ത പെൺകുട്ടി അണിഞ്ഞൊരുങ്ങി പോകേണ്ട ദിവസം ഇങ്ങനെ ഇത്രയും വേഗത്തിൽ ഒരു പിഞ്ചു കുഞ്ഞായി കണ്ടിരുന്ന ഇളയവളുടെ കല്യാണം നടക്കേണ്ടി വന്നല്ലോ എന്നോർത്തപ്പോൾ അവരുടെ നെഞ്ചൊന്നു പിടഞ്ഞു. അപ്പോഴാണ് ദാമോദരൻ നായർ സ്വർണത്തിന്റെ പെട്ടിയുമായി അങ്ങോട്ട് വന്നത്. ചതിച്ചല്ലോ സുമതി, അവള് പോകുമ്പോൾ അലമാരയുടെ ലോക്കറിൽ വെച്ചിരുന്ന പെട്ടിയിലെ സ്വർണം മുഴുവൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലിപ്പോ എന്റെ പെങ്ങന്മാര് തന്നൊരു ചെയിനും വളയും മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇന്നലെ രാത്രി താക്കോല് കാണാത്തത് കൊണ്ട് താഴെ ഡ്രസ്സിനിടയിൽ വെച്ചിരുന്നതാ. ഇതവള് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത് കേട്ടതും സുമതി ഒന്ന് ഞെട്ടി.
അവൾ അതൊക്കെ എടുത്തുകൊണ്ടാണോ ദാമോദരേട്ടാ പോയത്? ചതിച്ചല്ലോ ദൈവമേ, ഇനിയിപ്പോ എന്തിട്ട് ഇവളെ ഇറക്കും? സുമതിയും ദാമോദരൻ നായരും വെപ്രാളത്തോടെ പറഞ്ഞു. സുമതിയേച്ചി കരയല്ലേ. ചുറ്റുമുള്ള ബന്ധുക്കൾ അപ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ദാമോദരൻ നായർ അപ്പോൾ അവന്തികയ്ക്കരികിലേക്ക് ചെന്നു. മോളെ, നിന്റെ ചേച്ചി പോയപ്പോൾ റൂമിലുണ്ടായിരുന്ന സ്വർണമൊക്കെ എടുത്തുകൊണ്ടാ പോയത്. ഈ പെട്ടിയിലുള്ളതേ ഇനി ആകെ ഉള്ളൂ. അത് മതിയാകുമോ എന്റെ മോൾക്ക്? എന്ത് ചെയ്യണമെന്ന് അച്ഛൻ അറിയില്ല. എന്ത് ചെയ്യും സുമതി? അഖിലിനെ പോലൊരു പോലീസ് ഓഫീസർക്ക് കൊടുക്കാൻ ഇത് തികയില്ല. ദാമോദരൻ നായരുടെ ശബ്ദമിടറി. ഒരച്ഛന്റെ ഉള്ളിലെ കടുത്ത നിരാശയും സങ്കടവും അതിൽ പ്രകടമായിരുന്നു. സ്വന്തം മോളുടെ വിവാഹത്തിനണിയാൻ ആഭരണങ്ങൾ തികയാതിരിക്കുക എന്നത് ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ വേദനയാണെന്ന് അദ്ദേഹം അപ്പോൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അപ്പോൾ നേരെ ചെന്നത് പന്തലിൽ ഇരിക്കുന്ന അഖിലിന്റെ അടുത്തേക്കാണ്. അദ്ദേഹം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള അവരുടെ ബന്ധുക്കാരും അഖിലിനൊപ്പം വന്ന അവന്റെ ബന്ധുക്കാരുമെല്ലാം പലതും പറയുന്നുണ്ടായിരുന്നു. എല്ലാം ദാമോദരൻ നായരുടെ ചെവിയിൽ അദ്ദേഹം വ്യക്തമായി കേട്ടു. പക്ഷെ ആർക്കും മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം അഖിലിന്റെ അടുത്ത് ചെന്നു. വല്ലാത്തൊരു കുറ്റബോധത്തോടെ മറ്റാരും കാണാതെ കയ്യിലിരിക്കുന്ന സ്വർണം അദ്ദേഹം അഖിലിന് നേരെ നീട്ടി. മോനെ, അച്ഛന്റെ കയ്യിൽ ഈ സ്വർണം മാത്രമേയുള്ളൂ. അവള് പോയപ്പോ എല്ലാം എടുത്തു. ഇനി ബാക്കിയുള്ളത് ഇത്ര മാത്രം. അവന്തിക മോളെ ഇതണിയിക്കാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. ദാമോദരൻ നായർ തല കുനിച്ചു പറഞ്ഞു. ആ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്വന്തം മോളെ ഒരുക്കാനുള്ള വക പോലുമില്ലാത്ത അവസ്ഥയോർത്ത് അദ്ദേഹം വല്ലാതെ തളർന്നു പോയിരുന്നു. അഖിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നോക്കി, പിന്നെ മുഖത്തേക്കും. എന്നിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ ദാമോദരൻ നായരുടെ തോളിൽ പിടിച്ചു. ഇത് വേണ്ടച്ചാ, ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ പറഞ്ഞതല്ലേ, എനിക്ക് സ്വർണമോ പണമോ ഒന്നും വേണ്ടെന്ന്. അച്ഛൻ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിത്തെറിപ്പിക്കണ്ട എന്ന് കരുതിയാ ഞാൻ ഒന്നും പറയാതിരുന്നത്. ഈ സ്വർണം പോലും വേണ്ടായിരുന്നു. പക്ഷേ അച്ഛന്റെ മനസ്സ് ഞാൻ മാനിക്കുന്നു. ഉള്ളതെന്താണെന്ന് വെച്ചാ അത് അവളെ അണിയിച്ചോളൂ. ഇനി അതുമില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല. സ്വർണമല്ലല്ലോ അച്ഛാ, അച്ഛന്റെ മോള് തന്നെയല്ലേ എനിക്ക് വലുത്. അഖിലിന്റെ ആ മാന്യത കണ്ടപ്പോൾ ദാമോദരൻ നായർ വികാരാധീനനായി പോയി. സാധാരണഗതിയിൽ സ്വർണം കുറഞ്ഞു പോകുന്നതിന് പലരും പെൺകുട്ടികളെ ഇട്ട് കഷ്ടപ്പെടുത്താറുണ്ട്. എന്നാൽ നിഷ്കളങ്ക മനസ്സുള്ള അഖിലിനെ പോലൊരു ചെറുപ്പക്കാരൻ തന്റെ മോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ശേഷം സുമതിയും ബന്ധുക്കളായ സ്ത്രീകളും ചേർന്ന് അവന്തികയെ ഒരുക്കാൻ തുടങ്ങി. ഒരു വധുവിന്റെ പ്രൗഢിയോടെ അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. കുറച്ച് സ്വർണവും ബാക്കി സാധാരണ ആഭരണങ്ങളുമായിരുന്നുവെങ്കിലും അവളുടെ കഴുത്തിലും കാതിലും അത് തിളങ്ങിയപ്പോൾ അവൾ ഒരു മാലാഖയെ പോലെ സുന്ദരിയായി മാറി. സുമതി അപ്പോൾ അവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. അവന്തിക പതുക്കെ പന്തലിലേക്ക് നടന്നു വന്നു. അവളുടെ വരവ് കണ്ട് അവിടെ കൂടിയിരുന്നവർ ഒന്നടങ്കം ആശ്ചര്യത്തോടെയും ആദരവോടെയും നോക്കി. ചേച്ചിയുടെ സ്ഥാനത്ത് ഒരു പരിഭവവുമില്ലാതെ സ്വന്തം അച്ഛന്റെ അഭിമാനം കാക്കാൻ വേണ്ടി മാത്രം കടന്നു വരുന്ന ഒരു മകളുടെ ആത്മധൈര്യം അവളുടെ മുഖത്തുണ്ടായിരുന്നു. പന്തലിലെ അഗ്നിക്ക് മുന്നിൽ അഖിൽ അപ്പോൾ അവളെ നോക്കി. അവന്റെ മുഖത്ത് ആ ആദ്യ നിമിഷത്തെ അമ്പരപ്പിന് പകരം അപ്പോൾ നിറഞ്ഞ വാത്സല്യമായിരുന്നു. അവൻ അവളെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവന്തികയുടെ മനസ്സിലെ ഭയത്തെ പതുക്കെ മായ്ച്ചു കളഞ്ഞു. അച്ഛൻ ദാമോദരൻ നായർ തൊട്ടരികിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് എല്ലാം നോക്കി നിന്നു. അഖിൽ അവന്റെ കൈകളിൽ താലി ഏന്തി. ശാന്തമായ അന്തരീക്ഷത്തിൽ മന്ത്രങ്ങൾ ഉയർന്നു കേട്ടു. അവൻ പതിയെ ആ താലിച്ചരട് അവളുടെ കഴുത്തിൽ കോർത്തു. 3 കെട്ടുകൾ ആ താലിയിൽ വീണതും അതെ, അവൾ ഇനി അഖിലിന്റേതും മാത്രം. ആ നിമിഷം അവന്തിക അഖിലിന്റെ മുഖത്തേക്കൊന്നു നോക്കി. ചേച്ചിയുടെ ഭർത്താവാകേണ്ടിയിരുന്ന വ്യക്തിയായിട്ടാണ് അവൾ അവനെ കണ്ടിരുന്നത്. എന്നാൽ അപ്പോൾ മുതൽ അവനെ സ്വന്തം ഭർത്താവായി അവളുടെ മനസ്സ് തിരുത്തി. ആ തിരിച്ചറിവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഖിലിന്റെ താലി അണിഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ദാമോദരൻ നായരുടെ കണ്ണുകളിൽ തെളിഞ്ഞത് ഒരു വലിയ ആശ്വാസമായിരുന്നു. ശേഷം പന്തലിലെ ബഹളങ്ങൾ അവസാനിച്ചു. താലി കെട്ടിക്കഴിഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി അവൾ അഖിലിനൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് യാത്ര പറയുന്ന സമയം. അച്ഛനെയും അമ്മയെയും മുറുകെ കെട്ടിപ്പിടിച്ച് അവന്തിക കരഞ്ഞു. അഖിൽ കാറിനരികിൽ അവൾക്കായി കാത്തുനിന്നു. കാർ പതുക്കെ മുറ്റത്തു നിന്നും പുറത്തേക്ക് നീങ്ങി. ഗ്ലാസിനപ്പുറം അച്ഛന്റെയും അമ്മയുടെയും രൂപം ചെറുതായി വരുന്നത് കണ്ടപ്പോൾ അവന്തികയുടെ ഉള്ളിൽ ഒരു തേങ്ങൽ ഉയർന്നു. ദാമോദരൻ നായർ കൈവീശി കാണിച്ചു. മകൾ അഖിലിനൊപ്പം സുരക്ഷിതമായ കൈകളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ആ അച്ഛന്റെ നെഞ്ചിലെ ഭാരം അത്രയും അലിഞ്ഞു തീർന്നിരുന്നു. കാർ മെയിൻ റോഡിലേക്ക് കയറി.
അഖിലിടയ്ക്കിടെ അവന്തികയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവൾ ഡോറിലൂടെ പുറത്തേക്ക് നോക്കി ഒതുങ്ങിയിരിക്കുകയാണ്. അവളുടെ മുഖത്തെ ഭയവും ആശങ്കയും അഖിൽ കണ്ടു. എന്താ അവന്തിക, വല്ലാതെ പേടിച്ചിട്ടുണ്ടല്ലേ? അവൾ അപ്പോൾ പതുക്കെ തല ഉയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ അപ്പോഴും ഒരു മരവിപ്പുണ്ടായിരുന്നു. ചേച്ചിയുടെ സ്ഥാനത്ത് പെട്ടെന്നൊരു ദിവസം താൻ വധുവായി മാറേണ്ടി വന്നതിന്റെ ഞെട്ടലിലായിരുന്നു അവൾ. ഒപ്പം ഒരു പുതിയ വീട്ടിലേക്ക്, തനിക്ക് ഒട്ടും പരിചയമില്ലാത്തവരുടെ ഇടയിലേക്ക് പോകുന്നതിന്റെ പേടിയും. പേടിക്കണ്ട, അവന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു. എല്ലാം പെട്ടെന്ന് സംഭവിച്ചതല്ലേ, അതുകൊണ്ടൊരു അമ്പരപ്പുണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷേ ഒന്നോർത്താ മതി കേട്ടോ, നമ്മൾ ഇനി ഒന്നാണ്. നീ എന്തൊക്കെ ഓർത്താണോ ടെൻഷൻ ആവുന്നത്, ആ സാഹചര്യങ്ങളെയൊക്കെ നേരിടാൻ ഞാനുണ്ട് നിന്റെ കൂടെ. ആ വാക്കുകൾ കേട്ടപ്പോൾ അവന്തികയുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവൾ ഒന്നും പറയാതെ തലയാട്ടി. അഖിൽ അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോഴും അവളിലെ ആ ഭയം അവന് കാണാമായിരുന്നു. അഖിലിന്റെ വീടിന്റെ മുന്നിൽ കാർ ചെന്ന് നിന്നപ്പോൾ തന്നെ അവന്തികയുടെ നെഞ്ചിടിപ്പ് കൂടി. വീടിന്റെ മുന്നിൽ കുറെ ബന്ധുക്കൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയില്ലാത്ത വീട്ടിൽ അഖിലിന്റെ വല്യമ്മയാണ് നിലവിളക്കുമായി അവരെ സ്വീകരിക്കാൻ വന്നിരുന്നത്. അവർ ദേഷ്യവും പരിഭവവും നിറഞ്ഞ മുഖത്തോടെയാണ് നിലവിളക്ക് അവൾക്ക് നേരെ നീട്ടിയത്. ആ വിളക്കിന്റെ പ്രകാശം അവന്തികയുടെ മുഖത്ത് വീണപ്പോൾ അതൊരു തിളക്കത്തേക്കാൾ ഉപരിയായി മറ്റെന്തോ തോന്നലാണ് അവളിൽ ഉണ്ടാക്കിയത്. അവന്തിക ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചതും മുറിയിലുണ്ടായിരുന്ന സ്ത്രീകളുടെ കുശുകുശുപ്പ് അവളുടെ ചെവിയിലെത്തി. ഇതിന്റെ ചേച്ചിപ്പെണ്ണിനെ അവൻ കെട്ടാനിരുന്നത് അതാരോടും പറയാതെ ഏതോ ചെക്കനുമായി പ്രേമത്തിലായിരുന്നു പോലും. ഇന്ന് രാവിലെ അത് അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പകരക്കാരിയായിട്ട് ഇതിനെ കെട്ടിയതാണത്രേ. നമ്മൾ കല്യാണത്തിന് പോകാത്തത് കൊണ്ടാ അറിയാതിരുന്നത്. അവന്റെ അമ്മാവനൊക്കെ എതിർത്തുപോലും. പക്ഷെ അവൻ ഇതിനെ വേണമെന്ന് പറഞ്ഞു കെട്ടിയെന്ന്. എന്തായാലും വന്ന പെണ്ണിത്തിരി ധൈര്യമുള്ള കൂട്ടത്തിലാ. ഏച്ചി ഒളിച്ചോടിപ്പോയ സ്ഥാനത്തേക്ക് അവള് ഭാര്യയായി വന്നില്ലേ? പെണ്ണുങ്ങൾ തമ്മിൽ പലതും പറയുന്നുണ്ടായിരുന്നു. ഒരു നാണവുമില്ലാതെ എങ്ങനെയാണ് ഈ പെണ്ണി വീട്ടിലേക്ക് കയറി വരുന്നത്? കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടി പോവുക എന്ന് പറഞ്ഞ കുടുംബം തന്നെ മാനം കെട്ടില്ലേ? അങ്ങനെയും ചിലര് പറഞ്ഞു. ആ വാക്കുകൾ ഓരോന്നും അവന്തികയുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന ശൂലങ്ങൾ പോലെയായിരുന്നു. അവൾ തളർന്നുപോയി. വിയർപ്പുകൊണ്ട് അവളുടെ നെറ്റി നനഞ്ഞു. താൻ എന്തു തെറ്റാണ് ചെയ്തത്? ചേച്ചി ചെയ്ത തെറ്റിന് താൻ എന്തിനീ അപമാനം അനുഭവിക്കണം? അവൾ അഖിലിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ നേരെ നടക്കുകയാണ്. പക്ഷേ അവന്റെ മുഖത്തൊരു കടുത്ത മരവിപ്പുണ്ടായിരുന്നു. അവന്തികയുടെ കൈവിരലുകൾ വിറച്ചു. താൻ അവിടെ ഒരു അന്യയാണെന്ന് അവൾക്ക് തോന്നി. വീടിന്റെ അകത്തളങ്ങളിലെ ഓരോ കണ്ണുകളും തന്നെ പരിഹസിക്കുകയാണെന്ന് അവൾക്ക് ഉറപ്പായി. ആ അപമാനം സഹിക്കവയ്യാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്കൊരു രൂപവുമില്ലായിരുന്നു. വീട്ടിലെ ചടങ്ങുകൾ ഒരുവിധം കഴിഞ്ഞു. മധുരം കൊടുക്കൽ ചടങ്ങിനിടയിൽ അഖിലിന്റെ വല്യമ്മ അവന്തികയെ നോക്കിയ നോട്ടത്തിൽ ഒട്ടും വാത്സല്യമുണ്ടായിരുന്നില്ല. ആ കണ്ണുകളിൽ നിറയെ ചോദ്യങ്ങളും പരിഹാസവുമായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം വല്യമ്മ അവന്തികയെ പിടിച്ചു മുറിയിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞെങ്കിലും വല്യമ്മയുടെ പെരുമാറ്റത്തിൽ അവൾക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. മുറിയിലെത്തിയപ്പോൾ അവന്തികയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. ഇത് ചേച്ചിക്ക് വേണ്ടി ഒരുക്കിയ മുറിയാണ്. ഇവിടെ ചേച്ചിയാണ് ഇന്ന് ആദ്യ രാത്രി ആഘോഷിക്കേണ്ടിയിരുന്നത്. ആ ചിന്തകൾ അവളെ വല്ലാതെ തളർത്തി. ചേച്ചിയുടെ സ്ഥാനത്ത് താൻ അവിടെ എത്തിപ്പെട്ടത് ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി. ആ മുറിയിലെ ഓരോ അലങ്കാരവും അവൾക്കൊരു അന്യഗ്രഹത്തിൽ എത്തിയതുപോലെ തോന്നിപ്പിച്ചു. ആ സമയത്താണ് അഖിൽ മുറിയിലേക്ക് വരുന്നത്. മുറിയിൽ അപ്പോൾ വല്യമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. വല്യമ്മേ, ഒരു മിനിറ്റ് ഒന്ന് പുറത്തു നിൽക്കാമോ? ഞാനൊന്ന് അവളോട് സംസാരിക്കട്ടെ. അഖിൽ അവന്തികയോട് സംസാരിക്കാനായി അനുവാദം ചോദിച്ചപ്പോൾ വല്യമ്മയുടെ മുഖത്ത് അതൃപ്തി തെളിഞ്ഞു. നിനക്ക് ഈ സമയത്ത് എന്ത് സംസാരിക്കാനാണ് അഖിൽ? സംസാരിക്കാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. പിന്നെ ആവാം. ഞാൻ അവളുടെ ഡ്രസ്സ് മാറാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നതാ. ഈ തിരക്കിനിടയിലാണോ നീ കഥ പറഞ്ഞിരിക്കാൻ പോകുന്നത്? വല്യമ്മ സ്വരം കടുത്തുകൊണ്ട് പറഞ്ഞു. അഖിൽ അപ്പോൾ ശാന്തനായി മറുപടി പറഞ്ഞു. വല്യമ്മേ, ഒരു 2 മിനിറ്റ് അത്രയേ ഉള്ളൂ. എനിക്കൊന്ന് സംസാരിച്ചാ മതി. പെട്ടെന്നുണ്ടായ മാറ്റം ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും. വിചാരിക്കാതെ നടന്ന കല്യാണമല്ലേ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അത് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാ. അവളാകെ ടെൻഷൻ ആയിട്ടുണ്ട്, അതാ. അവൻ പറഞ്ഞു. അല്ലടാ, അവൾക്ക് സ്വർണമൊക്കെ കുറവാണല്ലോ. അവരൊന്നും തന്നില്ലേ? ഒളിച്ചോടിയ മാനക്കേട് വേറെ, അതിന്റെ ഒപ്പം ഇതൊന്നുമില്ലാതെയാണോ കയറി വന്നത്? വല്യമ്മ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അഖിൽ ആ ചോദ്യത്തിന് മറുപടിയായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ശേഷം അവൻ പതുക്കെ മുറിയിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. അകത്ത് അവന്തിക അപ്പോൾ വിങ്ങി പൊട്ടുകയായിരുന്നു. എന്താ അവന്തിക ഇത്? അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു.
അവൾ അപ്പോൾ മുഖമുയർത്തി നോക്കി. കണ്ണുനീർ കൊണ്ട് അവളുടെ മുഖം നനഞ്ഞിരുന്നു. എനിക്ക് പേടിയാകുന്നു ഏട്ടാ. ഇന്നിവിടെ വരേണ്ടി വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇവിടെ ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ തോന്നുന്നത്. എല്ലാവരും എന്നെ ഒരു കുറ്റക്കാരിയെ പോലെയാണ് നോക്കുന്നത്. ഞാൻ പന്തലിൽ വെച്ച് അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോൾ സമ്മതിച്ചു പോയതായേട്ടാ. എനിക്കൊന്നും അറിയില്ല. എങ്ങനെ നിൽക്കണം, എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ല. പേടി തോന്നുന്നു. അവളുടെ ശബ്ദമിടറി. താൻ ഒരു വലിയ തെറ്റ് ചെയ്തു പോയോ എന്ന ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. അഖിൽ അപ്പോൾ അവളെ മെല്ലെ തന്റെ അടുത്തേക്ക് ചേർത്തു പിടിച്ചു. അവന്റെ സ്പർശനത്തിൽ അവൾക്കൊരു സുരക്ഷിതത്വം തോന്നി. അപ്പോഴും അവൾ കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു. അഖിൽ അവളുടെ തോളിൽ മെല്ലെ പിടിച്ചു കുലുക്കി. ഏയ്, എന്തിനാ പേടിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല അവന്തിക. അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നോക്ക്, ഇവിടെ ഉള്ളവർ ആരുമല്ല നമ്മുടെ കൂടെ ജീവിക്കേണ്ടത്. ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. ഇന്ന് കല്യാണമായതുകൊണ്ടാ ഇവരൊക്കെ ഇവിടെ. അത് കഴിഞ്ഞ് എല്ലാവരും പോകും. അവരൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ല കേട്ടോ. ഞാനുണ്ട് നിന്റെ കൂടെ, പേടിക്കുകയേ വേണ്ട. അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അഖിൽ പറഞ്ഞു. അവന്തിക പതിയെ തല ഉയർത്തി അഖിലിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രണയവും അതിലേറെ ഒരു വാത്സല്യവും അവൾ കണ്ടു. അവളുടെ കണ്ണുകളിൽ അപ്പോഴും പേടി ബാക്കിയുണ്ടായിരുന്നുവെങ്കിലും അഖിലിന്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസം നൽകിയിരുന്നു. ഞാൻ പുറത്തുണ്ടാകും കേട്ടോ. ഡ്രസ്സൊക്കെ മാറി റെഡിയായിക്കോ. വൈകുന്നേരം റിസപ്ഷൻ ഉള്ളതാ. അഖിൽ അത് പറഞ്ഞ് അവളുടെ കവിളിൽ ഒന്ന് തട്ടി. ആ സ്പർശനം അവളിൽ പകർന്നു നൽകിയ ധൈര്യം വാക്കുകൾക്കതീതമായിരുന്നു. അഖിൽ ഒരു പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു. വൈകുന്നേരം റിസപ്ഷന്റെ സമയമായി. അലമാരയിൽ വെച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ അഭിരാമിക്കായി വാങ്ങിയതായിരുന്നു. അവന്തിക അത് ധരിച്ചപ്പോൾ അവൾക്ക് വല്ലാതെ ലൂസായിരുന്നു. വസ്ത്രങ്ങൾ അവളുടെ ശരീരത്തിനിണങ്ങാത്തത് അവളുടെ ടെൻഷൻ കൂട്ടി. എന്നാൽ മേക്കപ്പ് ചെയ്യാൻ വന്ന ബ്യൂട്ടീഷ്യൻ പിന്നുപയോഗിച്ചും മറ്റും ആ വസ്ത്രം അവൾക്ക് പാകപ്പെടുത്തി കൊടുത്തു. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് താൻ ഒരുപാട് മാറിയെന്ന് അവൾക്ക് മനസ്സിലായത്. പെട്ടെന്നുണ്ടായ മാറ്റം, കഴുത്തിൽ അഖിൽ കെട്ടിയ താലി. അവൾ അങ്ങനെ അല്പനേരം നോക്കി നിന്നു. അവൾ ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോഴേക്കും അഖിലും ഡ്രസ്സ് മാറിയിരുന്നു. അങ്ങനെ റിസപ്ഷൻ തുടങ്ങി. പന്തലിൽ പാട്ടുയർന്നു. ആളുകൾ വന്നു തുടങ്ങി. സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവൾക്ക് വല്ലാതെ വയ്യായിരുന്നു. ചുറ്റും തങ്ങളെ തന്നെ ഉറ്റുനോക്കുന്ന കണ്ണുകൾ. ചിലരുടെ മുഖത്തെ പരിഹാസവും നാട്ടുകാരുടെ കുശുകുശുപ്പും അവളിൽ വലിയ ഭയം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ അഖിൽ അവിടെയെല്ലാം അവളെ കരുതുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കൈവിരലുകളിൽ മുറുകെ പിടിച്ചു. ആ പിടി മാത്രമായിരുന്നു അവളുടെ ധൈര്യം. റിസപ്ഷന് വന്ന ചിലർ അഖിലിനോട് കുറുക്കു വഴികളിലൂടെ പല ചോദ്യങ്ങളും ചോദിച്ചു. ഇവളുടെ ചേച്ചി പോയിട്ട് പെട്ടെന്നുണ്ടായ കല്യാണമാണല്ലേ? ആ പെണ്ണ് ആരുടെ കൂടെയാ പോയത്? എന്തെങ്കിലും അറിഞ്ഞോ? ഈ കുട്ടി വളരെ ചെറുതാണല്ലേ? എന്നിങ്ങനെ പലതും. ചിലർ അവന്തികയെ നോക്കി വല്ലാത്തൊരു പുച്ഛത്തോടെ ചിരിച്ചു. എന്നാൽ മറ്റു ചിലരാകട്ടെ വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തു. അപ്പോഴൊക്കെയും അവന്തികയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്തിക, നീ ആരെയും ശ്രദ്ധിക്കണ്ട. എന്നെ മാത്രം നോക്കിയാ മതി. ഞാനിവിടെ നിന്റെ അരികിലുണ്ട് കേട്ടോ. ചില വിവരമില്ലാത്ത ആളുകൾ ചോദിക്കുന്നത് കേട്ടാൽ കേൾക്കാത്ത ഭാവത്തിൽ വിട്ടേക്ക്. ഇതൊക്കെ ഇപ്പൊ കഴിയും. അവരവരുടെ പാട്ടിന് പോട്ടെ. കുറച്ച് സമയം കൂടെയല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് വേഗം റൂമിലേക്ക് പോകാം. അഖിൽ അവളുടെ കൈകളിൽ വീണ്ടും ബലത്തിൽ പിടിച്ചു. ചുറ്റുമുള്ള ആരവങ്ങൾക്കിടയിലും അവൻ അവളോട് ചേർന്നു നിന്നു. പലരും പെണ്ണു മാറിയതിൽ കുശുകുശുത്തപ്പോഴും പരിഹസിച്ചപ്പോഴും അഖിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കാത്ത രീതിയിൽ മറുപടിയായി ഒരു ചിരി മാത്രം നൽകി. അവന്തികയുടെ മനസ്സിൽ ആ നിമിഷം അഖിലിനോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു. ആ അപമാനങ്ങൾക്കിടയിലും അഖിൽ താങ്ങായി നിൽക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സമാധാനം തോന്നി. ആ റിസപ്ഷൻ തീരുന്നത് വരെ അവൾ അഖിലിന്റെ സാമീപ്യം കൊണ്ട് മാത്രം പിടിച്ചു നിന്നു. രാത്രിയുടെ നിശബ്ദതയിലേക്ക് വീടൊന്നൊതുങ്ങിയിരുന്നു. അടുക്കളയിലെ പാത്രങ്ങൾ കഴുകുന്ന ശബ്ദവും പണിക്കാരുടെ തിരക്കുകളും പതുക്കെ നിലച്ചു. വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് അഖിൽ മുറിയിലേക്ക് വരുമ്പോൾ അവനിൽ ഒരുതരം ക്ഷീണവും മരവിപ്പും ഉണ്ടായിരുന്നു. ദിവസം മുഴുവൻ നേരിടേണ്ടി വന്ന പരിഹാസങ്ങളും ചോദ്യങ്ങളും അവനെയും ചെറുതായി അലട്ടിയിരുന്നു. അവൻ മുറിയിലെത്തി. അവന്തിക അപ്പോൾ കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു. അഖിൽ വാതിലടച്ചു കുറ്റിയിട്ടു. ബെഡിൽ വിറങ്ങലിച്ചിരിക്കുന്ന അവന്തികയുടെ അരികിലേക്ക് ചെന്നു. അവളുടെ കണ്ണുകളിൽ അപ്പോഴും പേടി മാറിയിട്ടില്ല. പേടിക്കണ്ട കേട്ടോ, പെട്ടെന്നായതുകൊണ്ടാ. നമ്മൾ തമ്മിൽ മുൻപേ പരിചയമുണ്ടായിരുന്നെങ്കിൽ അവന്തികയ്ക്ക് പേടിയൊന്നും ഉണ്ടാകില്ലായിരുന്നു. സാരമില്ല, വാ. അവൻ അവളെ മെല്ലെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അവന്തിക അവന്റെ നെഞ്ചിൽ തല ചായ്ച്ചു നിന്നു. ആ വീട്ടിൽ തനിക്ക് സ്വന്തമെന്ന് പറയാൻ അഖിലേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു.
ബാക്കി എല്ലാവരും ക്ഷണിക്കാതെ വന്ന ഒരു അതിഥിയായിട്ടാണ് തന്നെ കാണുന്നത്. പിന്നെ ചേച്ചി ഒളിച്ചോടിയ കുടുംബത്തിലെ പെണ്ണാണെന്നുള്ള പുച്ഛവും ചിലർക്കുണ്ട്. എന്നാൽ അഖിലിന്റെ നെഞ്ചിൽ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ അവൾക്ക് എന്തോ സമാധാനമുണ്ടായിരുന്നു. ഇന്നലെ വരെ ചേച്ചിയുടെ ഭർത്താവായി കണ്ട ആളാണ് ഇന്ന് തന്റെ പാതിയായി മാറിയിരിക്കുന്നത്. വാ കിടക്കാം. അഖിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ കിടന്നു. അവൻ ആദ്യരാത്രി ആഘോഷിക്കാനോ ഒന്നിനും അവളെ നിർബന്ധിച്ചില്ല. അവൻ അവളെ പുതപ്പിനുള്ളിൽ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തുക മാത്രമാണ് ചെയ്തത്. ശേഷം ഒരു ചെറിയ കുഞ്ഞിനെ എന്ന പോലെ അവളെ തലോടി ഉറക്കി. ആ രാത്രിയിൽ അവർക്കിടയിൽ മൗനം കൊണ്ട് തീർത്ത വലിയൊരു സ്നേഹത്തിന്റെ സുരക്ഷാ കവചമുണ്ടായിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നത് അവന്തികയ്ക്കൊരു പുതിയ തുടക്കമായിരുന്നു. പുലർച്ചയിലെ മഞ്ഞുതുള്ളികൾ പോലെ മൃദുവായ വെളിച്ചം ജനലിലൂടെ മുറിയിലേക്ക് അരിച്ചിറങ്ങിയിരുന്നു. റൂമിലെ എസിയുടെ നേരിയ ശബ്ദമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആ ശാന്തമായ സമയം. അഖിലിന്റെ നെഞ്ചോട് ചേർന്ന് ആ പുതപ്പിനുള്ളിലെ സുരക്ഷിതത്വത്തിൽ അവന്തിക സുഖമായി ഉറങ്ങുകയായിരുന്നു. അഖിലിന്റെ കൈകൾ അവളുടെ തോളിലൂടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. അവന്റെ ശ്വാസത്തിന്റെ ചൂട് അവളുടെ മുടിയിൽ തട്ടി മടങ്ങി പോകുന്നുണ്ടായിരുന്നു. പതുക്കെ അവന്തിക കണ്ണുകൾ തുറന്നു. താൻ കിടക്കുന്നത് അഖിലിന്റെ നെഞ്ചിലാണെന്നറിഞ്ഞപ്പോൾ അവളുടെ കവിളിൽ ഒരു നാണം പടർന്നു. ഇന്നലെ രാത്രി വരെയുള്ള ഭയവും ആശങ്കയും ഒഴിഞ്ഞുപോയ പോലെ അവൾ വളരെ ശ്രദ്ധയോടെ അഖിലിന്റെ ഉറക്കം കെടുത്താതെ പതുക്കെ പുതപ്പിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ അപ്പോഴും സുഖമായി ഉറങ്ങുകയായിരുന്നു. അവന്റെ മുഖത്തെ ശാന്തത കണ്ടപ്പോൾ അവൾക്ക് അവനോട് കൂടുതൽ സ്നേഹം തോന്നി. അവൾ പതിയെ നടന്ന് കുളിമുറിയിലേക്ക് പോയി. തണുത്ത വെള്ളത്തിൽ കുളിച്ച് പുതിയൊരു ഉന്മേഷത്തോടെ അവൾ പുറത്തിറങ്ങി. അലമാര തുറന്നു നോക്കി. അതെല്ലാം അഭിരാമിക്ക് വാങ്ങിവെച്ച ഡ്രസ്സുകളായിരുന്നു. അതിൽ അവൾക്ക് പാകമെന്ന് തോന്നിയ റിബൺ കൊണ്ട് ഷേപ്പാക്കാൻ പറ്റുന്ന ഒരു ചുവപ്പ് ഡ്രസ്സ് അവൾ എടുത്തിട്ടു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചുരുട്ടി കെട്ടുമ്പോൾ ആ വീട്ടിൽ അവൾ അന്യയല്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. അവൾ പതുക്കെ പടിയിറങ്ങി അടുക്കളയിലേക്ക് നടന്നു. കല്യാണം കഴിഞ്ഞ് പന്തലെല്ലാം ശൂന്യമായിരുന്നു. വല്യമ്മ അപ്പോൾ അടുക്കളയിലുണ്ടായിരുന്നു. അവന്തികയെ കണ്ടതും വല്യമ്മയുടെ മുഖത്ത് പഴയ പരിഭവം തന്നെയായിരുന്നു. ചെറിയൊരു താല്പര്യമില്ലായ്മ. ആ എണീറ്റോ, നീ വേണം ഇനി അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അച്ഛനും അമ്മയും ഇല്ലാത്തവനല്ലേ, അതുകൊണ്ട് അവൻ പറയുന്നതൊക്കെ കേട്ട് വേണം നടക്കാൻ. വല്യമ്മയുടെ വാക്കുകളിൽ ഒരു കടുപ്പമുണ്ടായിരുന്നു. അവന്തിക അത് കേട്ട് പതുക്കെ തലയാട്ടി. അച്ഛനും അമ്മയും ഇല്ല, പക്ഷെ അഖിലിന് ചേച്ചിയുള്ളത് അവൾക്കറിയാമായിരുന്നു. അവൾ അപ്പോൾ മെല്ലെ വല്യമ്മയോട് ചോദിച്ചു, അഖിലേട്ടന്റെ ചേച്ചി എവിടെ വല്യമ്മേ? ചേച്ചിയെ കണ്ടില്ലാലോ. വല്യമ്മ അപ്പോൾ ഒരു നിമിഷം ഒന്ന് സ്റ്റെക്കായി നിന്നു. എന്നിട്ട് പറഞ്ഞു, അവള് ഗൾഫിലാ, കല്യാണത്തിന് ലീവ് കിട്ടിയില്ല. അഖിലിന്റെ ചേച്ചി പണ്ട് ഒളിച്ചോടിപ്പോയതോ കുടുംബവുമായി ബന്ധം വെക്കാത്തതോ ആയ കാര്യങ്ങൾ വല്യമ്മ അവളോട് പറഞ്ഞില്ല. ആ പിന്നെ വേഗം ഒരുങ്ങിക്കോ, അഖിലിനെയും കൂട്ടി അമ്പലത്ത് പോകണം. ഒരു പുതിയ മരുമകള് വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതൊക്കെയാണ്. അവന്തിക അത് കേട്ട് ഒന്ന് തലയാട്ടി. വല്യമ്മ അപ്പോൾ തുടർന്നു, നിന്റെ ചേച്ചിക്ക് വാങ്ങിയ സെറ്റ് സാരിയും മറ്റു റൂമിൽ തന്നെയുണ്ട്, അതെടുത്ത് ഉടുക്ക്. കല്യാണം കഴിഞ്ഞതല്ലേ, അമ്പലത്ത് പോകുമ്പോ വൃത്തിയായി ഒരുങ്ങി തന്നെ പോകണം. അവന്തിക ഒരു നിമിഷം ഒന്ന് നിന്നു. വല്യമ്മയോട് സാരി ഉടുക്കാൻ ഒന്ന് സഹായിക്കാൻ പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ അപ്പോൾ പതുക്കെ ചോദിച്ചു, വല്യമ്മേ, എനിക്ക് സാരി ഉടുക്കാൻ അത്ര വശമില്ല, ഒന്ന് സഹായിക്കണേ. വല്യമ്മയുടെ മുഖം അപ്പോൾ ഒന്ന് മാറി. ഒരു തരം അവഗണനയോടെ അവർ പറഞ്ഞു, എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചുടുത്താ മതി. ഇന്നലെ ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു, ഇന്ന് ആരും ഒരുക്കി തരാനില്ല. പതുക്കെ ഉടുത്തു നോക്ക്, എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചോളും. പിന്നത്തേക്കും അതൊക്കെ പഠിച്ചെടുക്കണ്ടേ, ഇവിടെ ആരും നിന്നെ ഒരുക്കി തരാൻ എപ്പോഴും ഉണ്ടാവില്ല. വല്യമ്മയുടെ ആ വാക്കുകൾ അവൾക്ക് ഏൽപ്പിച്ച മുറിവ് ചെറുതായിരുന്നില്ല. പുതിയ കുട്ടി എന്ന നിലയിൽ തന്നോട് കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുമെന്നായിരുന്നു അവൾ കരുതിയത്. എന്നാൽ വല്യമ്മയ്ക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. ദാ അവൻ ഈ ചായ കൊണ്ടു കൊടുത്തേക്ക്. വല്യമ്മ ചായക്കപ്പ് അവൾക്ക് നേരെ നീട്ടി. മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടാണ് അവന്തിക ചായയുമായി റൂമിലേക്ക് തിരികെ നടന്നത്. എങ്ങനെയെങ്കിലും സാരി ഉടുത്തു പോകണമെന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. എങ്ങനെയാ ഈ സാരി ഭംഗിയായി ഉടുക്കുക? അറിയാതെ ഉടുത്താൽ ആരെങ്കിലും കാണുമ്പോൾ മോശമായി തോന്നുമോ? പലവിധ ചിന്തകൾ അവളുടെ മനസ്സിൽ വന്നു. അവൾ മുകളിലെത്തി വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അഖിൽ ബെഡിൽ ഉണർന്നിരിക്കുകയായിരുന്നു. ആ, നേരത്തെ എണീറ്റോ? അവന്തികയെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു. അവൾ അപ്പോൾ അവന് ചായ ഗ്ലാസ് നീട്ടി. അവൻ അത് വാങ്ങി. ഓരോ ഇറക്കും കുടിക്കുമ്പോൾ അവൻ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു, ഇങ്ങനെയൊന്നും പതിവില്ലാത്തതാ. ഇനിയിപ്പോ ചായ തരാനൊക്കെ ആളായല്ലോ. നീ കുടിച്ചോ? അവൻ അവളോട് ചോദിച്ചു. ഇല്ല, കുടിച്ചോളാം.
അവൾ പറഞ്ഞു. അവൻ അപ്പോൾ അതിൽ അല്പം ചായ ബാക്കി വെച്ചു. എന്നാൽ ഇതെടുത്തോ, എനിക്ക് പകുതി മതി, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ചായ കുടിച്ചു കഴിഞ്ഞ് അഖിൽ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. അഖിൽ തന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. പകുതി മതിയായിട്ടായിരിക്കില്ല, തനിക്ക് വേണ്ടി ബാക്കി വെച്ചതാണെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ ആ ചായക്കപ്പെടുത്ത് അല്പം ചായ കുടിച്ചു. ശേഷം കുളി കഴിഞ്ഞ് അഖിൽ പുറത്തിറങ്ങുമ്പോൾ കണ്ടത് കണ്ണാടിക്ക് മുന്നിൽ നിസ്സഹായയായി നിൽക്കുന്ന അവന്തികയെയാണ്. സെറ്റ് സാരി ഉടുക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അതിന്റെ ഞൊറികൾ ശരിയാക്കാൻ കഴിയാതെ അവൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. സാരി ഒതുങ്ങാതെ അവൾ അസ്വസ്ഥയായി നിൽക്കുന്നത് കണ്ടപ്പോൾ അഖിൽ അവളുടെ അടുത്ത് ചെന്നു. എന്താ അവന്തിക, സാരി ഉടുക്കാൻ അറിയില്ലേ? ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടണോ? വല്യമ്മയോട് ചോദിക്കാമായിരുന്നല്ലോ, അവൻ ചോദിച്ചു. അവൾ അപ്പോൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. വല്യമ്മ അടുക്കളയിൽ തിരക്കിലാണ് ഏട്ടാ. പിന്നെ വല്യമ്മയ്ക്ക് എന്നെ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്നോട് ചെറിയൊരു അകൽച്ചയോടെയാണ് സംസാരിക്കുന്നത്. എനിക്കെന്തോ പേടി മാറുന്നില്ല ഏട്ടാ. അഖിൽ അപ്പോൾ കണ്ണാടിയിലൂടെ അവളെ നോക്കി. എന്നിട്ട് ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, വല്യമ്മയുടെ സ്വഭാവം അങ്ങനെയൊക്കെയാണ്. ആരുടെ സ്വഭാവവും നീ നോക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. അവൻ മെല്ലെ അവളുടെ അരികിൽ ചെന്ന് നിന്നു. അവൾ ഉടുക്കാൻ ശ്രമിക്കുന്ന സാരിയുടെ തുമ്പ് അവൻ തന്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി. കണ്ണാടിയിലൂടെ അവൾ അവനെ നോക്കി. വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും അഖിൽ അവളുടെ സാരിയുടെ ഞൊറികൾ ഒതുക്കി ഉടുത്തു കൊടുക്കാൻ തുടങ്ങി. അവളുടെ അരയിലൂടെ സാരിയുടെ അറ്റങ്ങൾ കോർക്കുമ്പോൾ അവന്റെ വിരലുകൾ വളരെ മൃദുവായി അവളുടെ വയറിൽ തൊട്ടു. ആ സ്പർശനം അവളിൽ ഒരു ചെറിയ വിറയൽ ഉണ്ടാക്കി. അഖിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കൊച്ചുകുട്ടിയെ ഒരുക്കുന്നത് പോലെ എത്രയോ സ്നേഹത്തോടെ സാരിയുടെ ഓരോ മടക്കുകളും ശരിയാക്കി. സാരിയുടെ തുമ്പ് തോളിലേക്ക് എടുത്തിടാൻ തുടങ്ങിയപ്പോൾ അഖിലിന്റെ വിരലുകൾ അവളുടെ മാറുകൾക്കരികിലെത്തി. സാരിത്തുമ്പ് അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അവന്റെ ചൂടുള്ള വിരലുകൾ അവളുടെ മൃദുലമായ ചർമ്മത്തിൽ മെല്ലെ ഉരസി. ആ സ്പർശനം പെട്ടെന്നൊന്ന് തട്ടിയപ്പോൾ അവന്തികയുടെ ഉള്ളിൽ ഒരു വിറയലുണ്ടായി. അഖിലിന്റെ സാമീപ്യം, അവന്റെ ശ്വാസത്തിന്റെ ചൂട്, അവന്റെ വിരലുകളുടെ ആ മൃദുവായ അമർത്തൽ, അതെല്ലാം കൂടി അവളിൽ ഒരു വല്ലാത്ത നാണം നിറച്ചു. അവൾ കണ്ണ് താഴേക്ക് താഴ്ത്തി. നാണം കൊണ്ട് അവളുടെ കവിളുകൾ തുടുത്തു. അഖിൽ അത് കണ്ട് തനിയെ പുഞ്ചിരിച്ചു. ശേഷം കണ്ണാടിയിൽ അവർ രണ്ടുപേരെയും കണ്ടപ്പോൾ അവന്തികയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഒരു ഭർത്താവിന്റെ കരുതലോടെ അവൻ അവളെ നോക്കി. ഇപ്പൊ കണ്ടോ, നിന്നെ കാണാൻ എന്തു ഭംഗിയാണെന്ന് അവൻ അവളുടെ കാതിൽ മെല്ലെ മന്ത്രിച്ചു. ശേഷം അഖിൽ ഡ്രസ്സ് മാറി ബുള്ളറ്റുമായി മുറ്റത്ത് കാത്തു നിന്നു. അത് കഴിഞ്ഞ് അവന്തിക മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അഖിൽ ഒന്ന് അന്തിച്ചുപോയി. സെറ്റ് സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന അവളെ നോക്കി അവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ചെറിയ മുറ്റത്ത് ഒരു ഇരമ്പൽ ഉയർന്നു. അവന്തിക സാരിത്തും ഒതുക്കി പിടിച്ച് അവന്റെ പുറകിൽ കയറിയിരുന്നു. ബുള്ളറ്റ് പതുക്കെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. അഖിലിന്റെ തോളിൽ കൈവച്ച് അവൾ ദൂരേക്ക് നോക്കി. റോഡിന്റെ ഇരുവശത്തും പച്ചപ്പാർന്ന പാടങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. നോക്കവന്തിക, മഴക്കാലമായാൽ ആ തോട് കവിഞ്ഞൊഴുകും. കുഞ്ഞാകുമ്പോൾ ഞാനൊക്കെ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. അഖിൽ ബുള്ളറ്റിന്റെ വേഗത കുറച്ച് അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ കൗതുകത്തോടെ ചുറ്റും നോക്കി. ഇളം കാറ്റ് അവളുടെ മുടിയകളെ അഖിലിന്റെ മുഖത്തേക്ക് തള്ളുന്നുണ്ടായിരുന്നു. ആ തണുത്ത കാറ്റേറ്റ് വയലിലെ നെൽച്ചെടികളുടെ മണം ശ്വസിച്ച് അഖിലിന്റെ പിറകിലിരുന്ന് യാത്ര ചെയ്യുന്നത് അവൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിയത് അവൾ അറിഞ്ഞതേയില്ല. ക്ഷേത്രത്തിൽ അപ്പോൾ തിരക്ക് കുറവായിരുന്നു. അമ്പലത്തിലെ ആ ശാന്തമായ അന്തരീക്ഷം അവരുടെ മനസ്സിനെ വല്ലാതെ കുളിരണിയിച്ചു. നട അടയുന്നതിന് തൊട്ടു മുമ്പ് പ്രാർത്ഥനകൾ കഴിഞ്ഞ് അവർ പൂജാരിയുടെ അടുത്ത് ചെന്നു. പൂജാരി അവർക്ക് ഇലയിൽ ചന്ദനം നീട്ടി. അവന്തിക അത് കയ്യിൽ വാങ്ങി. അവളുടെ വിരൽത്തുമ്പിൽ ആ ചന്ദനത്തിന്റെ തണുപ്പപ്പോൾ അനുഭവപ്പെട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അഖിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇങ്ങതാ, ഞാൻ തൊട്ടുതരാം, അഖിൽ അപ്പോൾ അവളോട് പറഞ്ഞു. ശേഷം അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ ചന്ദനം കുറച്ചെടുത്തു. അവൾ കണ്ണുകൾ അടച്ചു നിന്നു. അവൻ വളരെ സാവധാനം അവളുടെ നെറ്റിയിൽ ചന്ദനം തൊടുവിച്ചു. ആ സ്പർശനത്തിൽ അവന്തികയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. ചന്ദനം തൊട്ടു കഴിഞ്ഞും അവൻ വിരൽ അവളുടെ നെറ്റിയിൽ നിന്ന് എടുത്തില്ല. അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തങ്ങി നിന്നു. ആ നിമിഷം അവർക്കിടയിൽ വാക്കുകളില്ലായിരുന്നു, മറിച്ച് അളവില്ലാത്ത പ്രണയമുണ്ടായിരുന്നു. ആ നിമിഷം മാത്രം മതിയായിരുന്നു അഖിൽ തനിക്ക് കരുത്തായി കൂടെ ഉണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പിക്കാൻ. ക്ഷേത്ര ദർശനത്തിന് ശേഷം മടങ്ങുമ്പോൾ വഴിയിലെ പ്രശസ്തമായ ഒരു ബേക്കറിയുടെ മുന്നിൽ അഖിൽ ബുള്ളറ്റ് ഒതുക്കി നിർത്തി. ഇറങ്ങ്, എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ ഇഷ്ടമുള്ള പ്രിയപ്പെട്ട പലഹാരങ്ങൾ കിട്ടുന്ന കടയാണിത്. നമ്മൾ നിന്റെ വീട്ടിലേക്ക് പോവുകയല്ലേ, കുറച്ച് പലഹാരം വാങ്ങിക്കാം.
അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെയാ ഇഷ്ടമെന്ന് വെച്ചാ വാങ്ങിച്ചോ. അഖിൽ പറഞ്ഞപ്പോൾ അവന്തികയുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. ബേക്കറിയിൽ കയറി നല്ല മധുര പലഹാരങ്ങൾ അഖിൽ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് വാങ്ങി. ആ പൊതിയുമായി അവർ നേരെ അവന്തികയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീടിന്റെ പടിപ്പുര എത്തിയപ്പോൾ തന്നെ അമ്മ സുമതിയും അച്ഛൻ ദാമോദരൻ നായരും പ്രതീക്ഷയോടെ വാതിൽക്കലുണ്ടായിരുന്നു. മകളെയും മരുമകനെയും കണ്ടതും ദാമോദരൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മുഖത്തെ തിളക്കം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് സമാധാനമായി. അദ്ദേഹം അവന്തികയെ ചേർത്തു പിടിച്ചു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒന്നിച്ചിരുന്നു. അമ്മ വിളമ്പിയ വിഭവങ്ങൾക്കൊപ്പം അവന്തികയും അഖിലിന് വിളമ്പിക്കൊടുത്തു. അഖിലിന്റെ ഇലയിലേക്ക് പതുക്കെ ചോറ് വിളമ്പുമ്പോൾ അവളുടെ വിരലുകൾ അല്പം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഏയ് പേടിക്കല്ലേ, വീട്ടുകാരത്തി ഇങ്ങനെ പേടിക്കാമോ? അത് കണ്ടപ്പോൾ അഖിൽ അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. അവളും അപ്പോൾ ഒന്ന് നാണത്തോടെ ചിരിച്ചു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവർ വരാന്തയിൽ വന്നിരുന്നു. സുമതി എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൊടുത്തു. അല്പനേരം മൗനമായിരുന്ന ശേഷം ദാമോദരൻ നായർ അഖിലിനെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞൊരു ഭാവമായിരുന്നു. അദ്ദേഹം അഖിലിന്റെ കയ്യിൽ മെല്ലെ തൊട്ടുകൊണ്ട് പറഞ്ഞു, മോനോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് വഴക്കുണ്ടാക്കാതെ ഈ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ മോൻ കാണിച്ച മനസ്സ്. അദ്ദേഹത്തിന്റെ തൊണ്ടയിടറി. അഖിൽ അപ്പോൾ വിനയത്തോടെ പറഞ്ഞു, സാരമില്ലച്ചാ, അഭിരാമി അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെയല്ലേ പോയത്. അതിൽ നമ്മളിനി വിഷമിക്കണ്ട, നന്നായി ഇരിക്കട്ടെ എന്ന് വിചാരിക്കാം. അഖിൽ പറഞ്ഞപ്പോൾ ദാമോദരൻ നായർ വേദനയോടെ നെടുവീർപ്പിട്ടു. അവളെ അന്വേഷിച്ചിരുന്നു അച്ഛാ, എങ്ങനെയുള്ളവന്റെ കൂടെയാണ് പോയതെന്ന് അറിയണ്ടേ? അഖിൽ ചോദിച്ചു. എന്തിനാ മോനെ നമ്മൾ ഇനി അത് അന്വേഷിക്കുന്നത്? അവള് നമ്മളെ കുറിച്ച് ഒന്നും ഓർത്തില്ലല്ലോ. സാധാരണ പോലെ അവള് പ്രേമിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇതവള് പോയത് കല്യാണപ്പന്തലിൽ വെച്ചാണ്. ഇളയതിന്റെ ജീവിതം എന്താകുമെന്ന് പോലും ഓർക്കാതെയാണ് അവള് പോയത്. വളർത്തി വലുതാക്കിയ ഒരു പെൺകുട്ടിയെ കല്യാണപ്പന്തൽ വരെ എത്തിക്കാൻ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് മോൻ അറിയാമല്ലോ. പക്ഷേ അവൾക്കതറിയില്ല. ഞങ്ങളെ ഒന്നാകെ നാണം കെടുത്തി കളഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. സാരമില്ല, എല്ലാം ശരിയാകും. അച്ഛൻ അനാവശ്യമായി ഒന്നും ഓർത്ത് വിഷമിക്കരുത്. സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇനി മുന്നോട്ടെല്ലാം നല്ലതായിരിക്കട്ടെ എന്ന് വിചാരിക്കാം. അതിനല്ലേ നമുക്ക് പറ്റൂ. അഖിലിന്റെ പക്വതയും വാക്കുകളും ദാമോദരൻ നായർക്ക് വലിയ ആശ്വാസമായിരുന്നു. ദാമോദരൻ നായർ കണ്ണുകൾ തുടച്ചുകൊണ്ട് അഖിലിന്റെ തോളിൽ തട്ടി. അല്പം കഴിഞ്ഞ് വിരുന്നെല്ലാം കഴിഞ്ഞ് അഖിലും അവന്തികയും തിരിച്ചു പോകാൻ ഒരുങ്ങി. ദാമോദരൻ നായർ അപ്പോൾ അവന്തികയെ പ്രത്യേകം ശ്രദ്ധിച്ചു. തലേന്ന് കണ്ട പോലെ ആയിരുന്നില്ല അവൾ. അവളുടെ മുഖത്തെ തെളിച്ചവും അഖിലിന്റെ സ്നേഹവും ആത്മാർത്ഥതയും കരുതലുമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു തന്റെ മകൾ സുരക്ഷിതമായ കൈകളിലാണെന്ന്. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവരിറങ്ങി. ബുള്ളറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്തിക സ്നേഹത്തോടെ അഖിലിന്റെ അരയിൽ മുറുകെ പിടിച്ചു. പാടവരമ്പത്തെ ആ തണുത്ത കാറ്റിൽ അവൾ അഖിലിന്റെ തോളിൽ മുഖമമർത്തി. ആദ്യമായി അവൾ അങ്ങനെ ചെയ്തപ്പോൾ അഖിൽ ഒന്ന് ചിരിച്ചു. അച്ഛൻ വളരെ സന്തോഷത്തിലാണ് അഖിലേട്ടാ, അവൾ അവന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. സന്തോഷിക്കട്ടെ, അതല്ലേ വേണ്ടത്. അത് കാണുമ്പോൾ എനിക്കും സന്തോഷമുണ്ട്. അഖിൽ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് മറുപടി നൽകി. ബുള്ളറ്റ് ആ റോഡിലെ ചെറിയ ഹമ്പുകളിൽ കയറി ഇറങ്ങുമ്പോൾ അവൾ അറിയാതെ തന്നെ അഖിലിനോടൊന്നുകൂടി അടുത്തിരുന്നു പോയി. വണ്ടി കുലുങ്ങുമ്പോഴെല്ലാം അവളുടെ മാറിന്റെ മൃദുലത അവന്റെ പുറത്ത് പതുക്കെ ഉരസുന്നുണ്ടായിരുന്നു. ആ ഓരോ ഉരസലിലും അഖിലിന്റെ ഉള്ളിൽ മിന്നൽ പോലെ എന്തോ ഒന്ന് പടർന്നു. അവളുടെ ശ്വാസത്തിന്റെ ചൂട് അവന്റെ തോളിൽ തട്ടുമ്പോൾ ആ തണുത്ത കാറ്റിലും അവന് ചൂടാണ് തോന്നിയത്. ആ നിമിഷം തങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്നത് അവർ രണ്ടുപേരും അനുഭവിച്ചു. യാത്രയിലുടനീളം ആ തമ്മിലുരസലുണ്ടായിരുന്നു. ബുള്ളറ്റ് തിരിച്ച് അഖിലിന്റെ വീട്ടുമുറ്റത്തെത്തുമ്പോൾ വലിയമ്മ വരാന്തയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു, എനിക്ക് വീട്ടിൽ പോകാൻ, വല്യമ്മ അപ്പോൾ പറഞ്ഞു. എന്താ വല്യമ്മ ഇത്ര ധൃതി, നാളെ പോയാ പോരെ? വലിയമ്മ പറഞ്ഞപ്പോൾ അഖിൽ ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ 2-3 ദിവസമായില്ലടാ, ഇനിയും നിന്നാൽ ശരിയാകില്ല. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടൊക്കെ വാ വിരുന്നിന്, ഞങ്ങൾ ഇറങ്ങാം, അഖിൽ അപ്പോൾ പറഞ്ഞു. വല്യമ്മ അപ്പോൾ അവന്തികയെ നോക്കി അല്പം ഗൗരവത്തിൽ കൂട്ടിച്ചേർത്തു. ഇവന്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കണം കേട്ടോ, ഞാൻ പോവുകയാണ്, ഇവന്റെ കൂടെ അങ്ങോട്ടൊക്കെ വാ. അവന്തിക അപ്പോൾ തലകുലുക്കി സമ്മതമറിയിച്ചു. ശേഷം വല്യമ്മ അഖിലിനോടും അവന്തികയോടും യാത്ര പറഞ്ഞിറങ്ങി. അവർ പടിയിറങ്ങി പോകുമ്പോൾ ആ വീട്ടിലെ അന്തരീക്ഷം ഒന്ന് മാറി. വല്യമ്മ ദേഷ്യം പോലെ സംസാരിക്കുന്നതൊക്കെ കൊണ്ട് തന്നെ അവര് പോയപ്പോൾ അവന്തികയ്ക്ക് എന്തോ ഒരു സമാധാനം വന്നിരുന്നു. അത് ദേഷ്യം കൊണ്ടായിരുന്നില്ല, തീർത്തും പേടി കൊണ്ടായിരുന്നു.
വല്യമ്മയുടെ സാന്നിധ്യമില്ലാത്ത ആ വീട്ടിൽ അഖിലും അവന്തികയും തനിച്ചായി. അഖിലിന്റെ കൂടെ തനിച്ചായിരിക്കാൻ കഴിയുന്ന നിമിഷം അവന്തികയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അഖിൽ അപ്പോൾ അവന്തികയുടെ തോളിലൂടെ തന്റെ കൈ ചേർത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ആ സ്പർശനം അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിത ബോധം നൽകുന്നുണ്ടായിരുന്നു. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. തോളിലെ പിടിവിടാതെ അവൻ മറുകൈകൊണ്ട് പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവൻ പെട്ടെന്നൊരു പോലീസ് ഓഫീസറുടെ ഗൗരവത്തിലായി. ഹലോ, യെസ് പറയൂ. അഖിൽ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു. ഒരു നിമിഷം അവന്തികയെ നോക്കി. 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് കാണിച്ച് അവൻ ബാൽക്കണിയിലേക്ക് നടന്നു. ഗ്ലാസ് വാതിലിനപ്പുറം നിന്ന് അവൻ ഫോണിൽ ഗൗരവമായി സംസാരിക്കുന്നത് അവന്തിക നോക്കി നിന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗൗരവം അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. ആ സമയത്ത് വല്ലാത്ത ചൂട് തോന്നിയതുകൊണ്ട് അവന്തിക തന്റെ മുടി ഒന്ന് ഒതുക്കി കെട്ടാൻ നോക്കി. മുടി ഒതുക്കിക്കൊണ്ട് അവൾ അലമാരയുടെ തട്ടിനരികിലേക്ക് നടന്നു. വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് തന്റെ ക്ലിപ്പ് തിരയുമ്പോൾ അപ്രതീക്ഷിതമായാണ് അവളുടെ കണ്ണുകൾ അലമാരയുടെ നടുവിലത്തെ തട്ടിലേക്ക് നീണ്ടത്. അവിടെ വൃത്തിയോടെ മടക്കി വെച്ചിരിക്കുന്ന അഖിലിന്റെ കാക്കി പോലീസ് യൂണിഫോം അവൾ കണ്ടു. ഒരു നിമിഷം അവൾ സ്തംഭിച്ചു നിന്നുപോയി. മുടി കെട്ടാൻ മറന്ന കൈകൾ അവിടെ തന്നെ തങ്ങി. യൂണിഫോമിന്റെ ആ ഗാംഭീര്യമുള്ള കാക്കി നിറവും തോളിലെ ആ നക്ഷത്ര ചിഹ്നങ്ങളും അവൾ കണ്ണെടുക്കാതെ നോക്കി. അവളുടെ ഉള്ളിൽ അഖിലിനോടുള്ള ബഹുമാനം അപ്പോൾ ഇരട്ടിയായി. അധികാരമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനാണോ ഒരു ജാടയുമില്ലാതെ തന്നോട് ഇത്രയും സ്നേഹത്തോടെയും ലാളനയോടെയും ഒക്കെ ഇടപഴകുന്നത്? എന്തോ അവളുടെ കണ്ണുകൾ നനഞ്ഞു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ചേച്ചിയുടെ കാര്യം ഓടിയെത്തി. ചേച്ചി പോയത് ആരുടെ കൂടെയായിരിക്കും? അഖിലേട്ടനെ പോലെ ഇത്രയും നല്ലൊരാളെ തട്ടിത്തെറിപ്പിച്ചിട്ടാണല്ലോ ചേച്ചി ഇറങ്ങിപ്പോയത്. ഇത്ര നല്ലൊരു ചെക്കനെ കിട്ടാതെ പോയ ചേച്ചിയുടെ വിധി ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. ഒപ്പം തനിക്ക് കിട്ടിയതോർക്കുമ്പോൾ ഉള്ള സന്തോഷവും. പെട്ടെന്നാണ് അവൾക്ക് പഠിപ്പിന്റെ കാര്യം ഇനി എന്താക്കുമെന്നുള്ള ഓർമ്മ വന്നത്. ഇനി നാട്ടിലെ കോളേജിൽ പോകാൻ കഴിയില്ലല്ലോ എന്ന വേദന അവളെ അലട്ടിയിരുന്നു. തനിക്കിനി പഠിക്കാൻ പറ്റുമോ? അഖിലേട്ടൻ സമ്മതിക്കുമോ? അഖിലിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ താൻ ചോദിച്ചാൽ തെറ്റായി പോകുമോ എന്നൊരു ഭയവും ഉണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ട് അവൾ അതപ്പോൾ ഉള്ളിലൊതുക്കി. അല്പനേരം കഴിഞ്ഞ് അഖിൽ ബാൽക്കണിയിൽ നിന്ന് ഫോൺ കട്ട് ചെയ്ത് തിരികെ മുറിയിലേക്ക് വന്നു. അവന്തിക എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മേഡം, ഒരാലോചന? അഖിൽ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അവന്തിക പെട്ടെന്ന് ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നു. അവൻ അപ്പോൾ അവളുടെ തോളിൽ കൈകൾ വെച്ച് അവളെ നെഞ്ചോട് ചേർത്തു നിർത്തി. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം, പറയട്ടെ? അവൾ ഒരു സംശയത്തോടെ അവനെ നോക്കി. നീ കോളേജ് പോകുന്ന കാര്യമാണോ ഇപ്പോ ആലോചിച്ചത്? അത് കേട്ടതും അവന്തിക ഞെട്ടിപ്പോയി. അഖിൽ അവളെ തിരിച്ചു നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം. ഇനി നാട്ടിലെ കോളേജിൽ പോയി പഠിക്കാൻ കഴിയില്ലല്ലോ, ദൂരം കൂടുതലല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെ ടൗണിലെ നല്ലൊരു കോളേജിൽ നിനക്ക് വേണ്ടി അഡ്മിഷൻ സംസാരിച്ചിരുന്നു. മാനേജറാ ഇപ്പോൾ വിളിച്ചത്. എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നാളെ തന്നെ നീ പഠിക്കുന്നിടത്തു നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പോകാം. നീ പഠിക്കണം അവന്തിക, നിനക്കിഷ്ടമുള്ള അത്രയും പഠിക്കണം. വിദ്യാഭ്യാസം മാത്രമേ നമുക്കൊരു ബലമായി എന്നും ഉണ്ടാകൂ, അഖിൽ സ്നേഹത്തോടെ പറഞ്ഞു. അവന്തിക ശരിക്കും അമ്പരന്നുപോയി. തന്നെ അത്രയധികം മനസ്സിലാക്കുന്ന, തന്റെ ഓരോ ആഗ്രഹങ്ങളും അത്ര കരുതലോടെ കാണുന്ന അഖിൽ അപ്പോൾ അവൾക്കൊരത്ഭുതമായി മാറുകയായിരുന്നു. അവൻ അവളുടെ കൈകൾ തന്റെ കൈകൾക്കുള്ളിൽ ഭദ്രമായി പിടിച്ചു. എനിക്കിനി നീയല്ലേ ഉള്ളൂ അവന്തിക. അച്ഛനും അമ്മയുമെല്ലാം നഷ്ടപ്പെട്ട ഒരുവനാണ് ഞാൻ. നിന്റെ ചേച്ചി ഇറങ്ങിപ്പോയതുപോലെ എനിക്കുമുണ്ടൊരു പെങ്ങൾ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോളാ അവളുടെ കല്യാണ ദിവസം അവളും പ്രേമിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. അന്നത് ഭയങ്കര സംഭവമായിരുന്നു. അത്രയ്ക്ക് നാണക്കേടായിരുന്നു. എല്ലാവരും എന്റെ അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തി. ആ അപമാനം താങ്ങാൻ കഴിയാതെ അച്ഛനും അമ്മയും അവരാത്മഹത്യ ചെയ്തു. അഖിലിന്റെ ശബ്ദമിടറി. അവന്തിക ഞെട്ടലോടെ അവനെ നോക്കി. കാലം ഇത്രയായിട്ടും അവളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവളിപ്പോ ഗൾഫിലാണ്. അവൾക്ക് അവകാശപ്പെട്ട സ്വത്തൊക്കെ വാങ്ങി അവള് പോയി. ഞാൻ തനിച്ചായി. കുറെ കഷ്ടപ്പെട്ടാണ് പാർട്ട് ടൈം ജോലി ചെയ്തും പഠിച്ചുമൊക്കെ ഞാൻ ഈ നിലയിലെത്തിയത്. ജീവിതത്തിൽ ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കണം, കൂട്ടിനൊരാള് വേണമെന്ന് കരുതിയാണ് ഞാൻ പെണ്ണ് കാണാൻ തുടങ്ങിയത്. അങ്ങനെ വന്നു കണ്ട് അഭിരാമിയായിട്ടുള്ള വിവാഹവും ഉറച്ചു. അപ്പോഴും വിധി മറ്റൊന്നായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് സന്തോഷമേ ഉള്ളൂ. നീയാണ് എനിക്ക് വിധിച്ച പെണ്ണ്. നീ മതി എനിക്ക്. അവൻ അവളുടെ മുഖത്തു കൂടെ തലോടി.
പെങ്ങളെക്കുറിച്ചും അഖിൽ പറഞ്ഞ കഷ്ടപ്പാടുകളെക്കുറിച്ചുമൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് അവനോടൊരമ്മയുടേതെന്ന പോലെ വാത്സല്യം തോന്നി. നിനക്കെന്നെ ഇഷ്ടമല്ലേ? പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണമായതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, എന്നെ കൊണ്ടാവുന്നതുപോലെ ഞാൻ പരിഹരിക്കാം. അഖിലിന്റെ ചോദ്യം പൂർത്തിയായതും അവന്തികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. അവൾ പിന്നെ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അഗാധമായ സ്നേഹത്തോടെ അവൾ അഖിലിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. വാക്കുകളൊന്നും പുറത്തു വന്നില്ലെങ്കിലും ആ കെട്ടിപ്പിടുത്തത്തിൽ അവൾ എല്ലാം പറഞ്ഞു തീർക്കുകയായിരുന്നു. അവനെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് അവൾ നിശബ്ദമായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അഖിൽ അപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് അവളെ കൂടുതൽ ദൃഢമായി ചേർത്തു പിടിച്ചു. പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നാ പോരാ. കല്യാണം ഇന്നലെ കഴിഞ്ഞതാ, നമ്മൾ തമ്മിലൊന്നും നടന്നില്ല. എനിക്ക് ചില കണക്കൊക്കെ തീർക്കാനുണ്ട്. അഖിൽ അത് പറഞ്ഞ് അവളുടെ ചുരിദാറിന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചു. എന്നിട്ട് അതിനുള്ളിലെ ബ്രാസ് ട്രാപ്പിനൊപ്പം ടോപ്പ് ഒരൊറ്റ വലിക്ക് താഴേക്ക് നീക്കി. അപ്രതീക്ഷിതമായ ചെയ്തിയിൽ അവന്തികയുടെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. ആ പിടുത്തത്തിൽ അവളുടെ ബാലൻസ് തെറ്റി അവൾ അഖിലിന്റെ നെഞ്ചിലേക്ക് വീണപ്പോൾ അഖിൽ അവളെയും കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞു. കട്ടിലിൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ പാഞ്ഞു നടന്നു. അവന്തികയുടെ കാലുകൾ ഭയവും ആവേശവും കൊണ്ട് ഒന്നു പിടഞ്ഞു. അവൻ അവളെ ഉമ്മ വെച്ചുകൊണ്ട് കെട്ടിമറിഞ്ഞു. ഓരോ ഉരുളലിലും അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള അകലം മുഴുവനായും കുറഞ്ഞു വന്നു. ശേഷം ഒരു കിതപ്പോടെ അഖിൽ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു വെച്ചു. ആ നിമിഷത്തിൽ അവർ ലോകം തന്നെ മറന്നു. രണ്ടുപേരുടെയും ശ്വാസഗതി മുറിയിൽ ഉയർന്നു കേട്ടു. പ്രതീക്ഷിക്കാതെ കടന്നു വന്ന തന്റെ പെണ്ണിനെയും കൊണ്ട് പ്രണയത്തിന്റെ പൂർണ്ണതയിലേക്ക് അവൻ ചേക്കേറി.